ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എസ് ഓഡിയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളുകളായി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഓണത്തിന് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, വർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ തിരക്കായത് കാരണമാണ് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റാതെ പോയത്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ്. അത് 5.2-ന്റെ ഒരു ഫുൾ പാക്കേജ്. ഒരു എല്ലാ ചാനലും ഒരു 100 വാട്ട്സും അതേപോലെ സബ് ഒരു 250 വാട്ട്സ് വരെ RMS കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു 5.2 ആംപ്ലിഫയർ സിസ്റ്റമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 ബുക്ക് ഷെൽഫ് നമ്മൾ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സിസ്റ്റങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്കിപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നതിനകത്ത് എല്ലാ ബോക്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഈ ബുക്ക് ഷെൽഫ് ബോക്സിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓഡിയോ എക്സിൻ്റെ വൂഫറാണ്. ഓഡിയോ എക്സിൻ്റെ 6 ഇഞ്ചിൻ്റെ വൂഫറാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു 4 ഓംസിൽ കിട്ടുന്ന 4 ഓംസിൽ ഒരു 80 വാട്ട്സ് വരെ കിട്ടുന്ന ഒരു വൂഫറും അതേപോലെ തന്നെ നമ്മുടെ ഓഡിയോ എക്സിൻ്റെ തന്നെ മാഗ്നറ്റ് ബുള്ളറ്റ് ടൈപ്പ് ട്യൂട്ടറുമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സബ് വൂഫർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് JBLന്റെ 1500 ആണ് വരുന്നത്. സെൻട്രൽ ചാനലിനും അതേപോലെ സറൗണ്ടിങ്ങിനും എല്ലാം ഇതേ സെയിം വൂഫറും ഇതേ ട്യൂട്ടർ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ആംപ്ലിഫയറിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ ആംപ്ലിഫയറിൽ ഈ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ വന്നിരിക്കുന്ന നോബുകളൊക്കെ ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റൽ നോബുകളാണ്. പിന്നെ ഞാൻ പറഞ്ഞു 5.2 ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ സബ് 1ഉം സബ് 2ഉം 2 നോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാസ്റ്റർ വോളിയം. ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ ഫ്യൂടെക്കിൻ്റെ FT004 നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന FT004 ആണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ റിമോട്ട് കിറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ HDMI ഒപ്റ്റിക്കലൊക്കെ ഐസിലൊക്കെ വരുന്നുണ്ട്. അതായത് 5.1 ഡോൾബി ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ഡീകോഡർ ബോർഡ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഫ്യൂടെക്കിൻ്റെ തന്നെ FT003 ആണ്. അത് നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് സബിലേക്ക് തന്നെ പോകാം. സബ് ഞാൻ ആദ്യമേ പറഞ്ഞു 2 സബ്ബാണ് ഈ ആംപ്ലിഫയറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന. ആംപ്ലിഫയറിൽ 2 സബ്ബുണ്ട്. അത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന മോസ്ഫെറ്റിൻ്റെ ബോർഡ് തന്നെയാണ്. അതായത് വിത്ത് ഫിൽറ്റർ ആയിട്ടുള്ള മോസ്ഫെറ്റ് ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ റിമോട്ട് കിറ്റ് നോക്കുകയാണെങ്കിൽ എക്സോബാസ് FT004 ഫ്യൂടെക്കിൻ്റെ എക്സോബാസ് റിമോട്ട് കിറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു പവർ സപ്ലൈ, അതായത് ട്രാൻസ്ഫോമർ നമ്മളൊരു 10 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ 27027 10 ആംപിയർ. പിന്നെ അതിനുള്ള പവർ സപ്ലൈ 10000 MFൻ്റെ 4 കപ്പാസിറ്ററുള്ള ഒരു വലിയ പവർ സപ്ലൈ, നല്ല പവറുള്ള ഒരു പവർ സപ്ലൈ തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു 12012ൻ്റെ ഒരു പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫാന്, ലൈറ്റ് അങ്ങനെയുള്ള പർപ്പസിനെല്ലാം വേണ്ടി നമ്മൾ ഈ ഒരു പവർ സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 52001943യുടെ 5 ചാനലിൻ്റെ ബോർഡാണ്. ഓരോ ചാനലും 100 വാട്ട്സ് വെച്ച് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 5.2 പ്രൊട്ടക്ഷനാണ്. സബിന് വേണ്ടി 2 വലിയ റിലേകളും 30 ആംപിയറിൻ്റെ, അതേപോലെ ചാനലിന് വേണ്ടി ചെറിയ റിലേയും വെച്ചിട്ടുള്ള ഒരു 5.2 ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട് ചാനലിന് വേണ്ടിയും. പിന്നെ നമ്മളിവിടെ ഒരു കൂളിംഗ് ഫാൻ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കൂളിംഗ് ഫാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ FT003 മിനി ഡീകോഡറാണിത്. അത് നമ്മളെപ്പോഴും പറയുന്നതാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. പിന്നെ നമ്മളിവിടെ ഫാനിനും ലൈറ്റിനും പിന്നെ റിമോട്ട് കിറ്റിനും ഫ്യൂടെക്കിൻ്റെ ഡീകോഡറിനുമായിട്ട് നമ്മൾ ഇവിടെ ബക്ക് കൺവേർട്ടർ ഉപയോഗിച്ചാണ് നമ്മളിവിടെ അതിനുള്ള സപ്ലൈ എടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിൽ ഒരു ഗ്ലോസി ഫിനിഷിൽ അക്രിലിക് പാനൽ കട്ട് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ബാക്ക് പാനൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാ സ്പീക്കർ സോക്കറ്റുകളും ബനാന ജാക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ് 1, സബ് 2 ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ AC കോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മളുടെ മിനി ഡീകോഡർ, ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡർ നമ്മൾ ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പം
ഇവിടെ നമുക്ക് ഒരു ഇൻപുട്ട് സെലക്ഷൻ ഇവിടെ ഒരു മാനുവലായിട്ടുള്ള ഒരു സെലക്ഷൻ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒപ്റ്റിക്കലോ കോയാക്സിലോ HDMI ARC. പിന്നെ ഈ മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ ഓക്സ് 1 ഓക്സ് 2 പിന്നെ ഒരു സ്റ്റീരിയോ പ്രീ ഔട്ടും കൂടെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലുള്ള ആംപ്ലിഫയറുകൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ ആംപ്ലിഫയർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.